തനിമയിലേക്ക് എന്ന യൂട്യൂബ് ചാനൽ ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ പുതിയ ദിവസം കഴിഞ്ഞ നാളുകളേക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകുവാൻ ദൈവം തൻ്റെ സർവശക്തിയാൽ, തൻ്റെ നടത്തിപ്പിനാൽ, തൻ്റെ പരിപാലനയാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 36 അധ്യായം 22 വാക്യം വായിക്കുന്നു. ദൈവം തൻ്റെ ശക്തിയാൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു. അവന് തുല്യനായ ഉപദേശകൻ ആരുള്ളൂ? ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലി ഉന്നതമായ ശൈലിയാകുന്നു. ആ പ്രവർത്തനത്തിന് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി സർവശക്തിയാണല്ലോ. എല്ലാറ്റിനും പര്യാപ്തമായ ശക്തി. ഏറ്റവും താഴ്ന്ന രീതിയിൽ ഇറങ്ങി വരുവാൻ, ഏറ്റവും ഉന്നതമായ നിലയിൽ ആയിരിക്കുവാൻ, ഭൂമിയുടെ അറ്റത്തോളം ദൃഷ്ടികൾ എത്തത്തക്കവണ്ണം എല്ലാറ്റിനെയും കാണുവാൻ, എല്ലാറ്റിനെയും വഹിക്കുവാൻ എന്ന് വേണ്ട ദൈവത്തിൻ്റെ ശക്തി ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ പറയേണ്ടത്? ഏറ്റവും നിസ്സാരരായ ഉറുമ്പിനെയും കാണുന്ന ദൈവം, ഏറ്റവും വലിയ മൃഗമായ ആനയെയും പരിപാലിക്കുന്ന ദൈവം, എല്ലാറ്റിനെയും ഒരേ സമയം പരിപാലിക്കുന്ന, സമൃദ്ധിയായി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെ ശക്തി ആർക്ക് മനസ്സിലാക്കുവാൻ കഴിയും? ദൈവം മനുഷ്യനെയും മനുഷ്യരായ നമ്മെയും പരിപാലിക്കുകയും നമ്മുടെ ഉടയവനായിരിക്കുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം ചെയ്യാം. നിസ്സാരമായ പ്രപഞ്ച ജീവികളെയും പരിപാലിക്കുന്ന ദൈവം നമ്മെ തള്ളിക്കളയുമോ? ദൈവം നമ്മെ ദൈവസ്നേഹത്തിൽ തൻ്റെ കരങ്ങളാൽ വഴി നടത്തുന്നില്ലയോ? സ്നേഹക്കരങ്ങളാൽ നമ്മളെ വഴി നടത്തുന്ന നടത്തിപ്പിനായിട്ട് സ്തോത്രം ചെയ്യാം. എങ്ങോട്ടാണ് ദൈവം നടത്തുന്നത്? ഇരമ്യാവ് 29:11 പറയുകയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മെ എങ്ങോട്ട് ദൈവം നടത്തുന്നു? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ലക്ഷ്യമാക്കിക്കൊണ്ട്. നാം എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ഭാവിയിലേക്കാണ് ദൈവം നമ്മെ നടത്തുന്നത്. ആ നടത്തിപ്പ് മനുഷ്യബുദ്ധിക്ക്, പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ജഡികരായ നാം ദൈവം നമ്മെ നടത്തുന്ന നടത്തിപ്പിനെ പലപ്പോഴും തിന്മയിലേക്കാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ദോഷത്തിനായി തീരുമെന്നുള്ളത് പലപ്പോഴും സംശയിച്ചു പോവുകയാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധം അതാണല്ലോ. ദൈവത്തിൻ്റെ വാക്കുകളെ സംശയിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുക. ഏദൻ തോട്ടത്തിൽ നടന്നതും അതുതന്നെയാണ്. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ദൈവം ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. സാത്താൻ വന്ന് ഹവ്വായെ പ്രലോഭിപ്പിക്കുമ്പോൾ അവളോട് ചോദിക്കുന്നത്, ദൈവം വാസ്തവമായി കൽപ്പിച്ചോ? നേരാണോ? ദൈവം പറഞ്ഞിട്ടുള്ളതിനെ സംശയിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ് സാത്താൻ്റെ പ്രഥമവും പ്രധാനവുമായ പരിപാടി. അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് സകല പാപങ്ങളും നാം കാണുന്നത്. ദൈവസ്നേഹത്തെ സംശയിക്കുക, അതുകൊണ്ട് ദൈവഭയം ഇല്ലാതെയാകുക, മനുഷ്യൻ റിബലിയസ് ആകുക,
മനുഷ്യൻ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാതിരിക്കുക. ദൈവസൃഷ്ടിയെ നാം ശ്രദ്ധിച്ചാൽ എവിടെയാണ് സമാനത കാണുന്നത്? നമുക്ക് ചുറ്റും കാണുന്ന വൃക്ഷലതാദികളെ നാം ശ്രദ്ധിച്ചാൽ ഒരു വൃക്ഷം മറ്റൊരു വൃക്ഷത്തെ പോലെ അല്ല. അതിൻ്റെ ഗന്ധം വ്യത്യാസം, അതിൻ്റെ നിറം വ്യത്യാസം, അതിൻ്റെ ഷേപ്പ് വ്യത്യാസം. എല്ലാ മരത്തിൻ്റെ ഇല പച്ച നിറമാണെങ്കിലും ഓരോ മരത്തിൻ്റെ ഇലയ്ക്കും ഓരോ ഷെയ്ഡാണുള്ളത്. സൃഷ്ടിയുടെ വൈവിധ്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഔന്നത്യം എത്ര വലുതാണ്. ആവർത്തന വിരസതയില്ലാത്ത ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം നമ്മൾ കാണുകയാണ്. നമുക്ക് ചുറ്റിനും കാണുന്ന മാവിൻ്റെ ഇല പോലെയല്ല പ്ലാവിൻ്റെ ഇല. നമുക്ക് പരിചിതമായ ഇലയാണ്. പ്ലാവിൻ്റെ ഇല പോലെയല്ല തേക്കിൻ്റെ ഇല. ഓരോന്നിനും വ്യത്യസ്തമായ നിറവും മണവും രൂപവും ഭാവവും എല്ലാമുണ്ട്. വ്യത്യസ്തമായ ഉപയോഗങ്ങളുമാണ്. എല്ലാറ്റിനെയും നിസ്സാരമായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാറ്റിനും ഓരോ ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മെ നടത്തുന്നതും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട്, ദൈവം അത്യുന്നതനാണെന്ന് തെളിയിക്കുവാൻ. ദൈവത്തിൻ്റെ പ്രവർത്തനം ഉന്നതമായ പ്രവർത്തനമാണ്. ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. ഈ ദൈവം നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമാണ്. ആ ദൈവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അന്ത്യം വരെയും നമ്മെ കാവൽ ചെയ്യുവാൻ നമ്മോട് കൂടെയുള്ള ദൈവം നമുക്ക് തുണയായി, ആശ്വാസദായകനായി, നമുക്ക് ധൈര്യമായി നമ്മോട് കൂടെയുള്ളതോർത്ത് ദൈവത്തിൽ നമുക്ക് നമ്മുടെ ആശ്രയം നമുക്ക് പുതുക്കാം. പുതിയ ദിവസം ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പൗലോസപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മളിങ്ങനെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ! അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധികളും ദൈവത്തിൻ്റെ വഴികളും ആർക്കും മനസ്സിലാകുന്നില്ല. പലപ്പോഴും നമുക്ക് വരുന്ന ദുരനുഭവങ്ങളുടെ കാരണം മറ്റുള്ളവരുടെ പ്രവർത്തനം കാരണമാണ് എന്ന് നാം പരാതിപ്പെടുന്നവർ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം നമ്മെ നടത്തുന്ന നടത്തിപ്പ് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, തിന്മയ്ക്കായിട്ടല്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നത് ഈ ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.